ഒരിക്കൽ വളരെ ദാരിദ്ര്യമായ ഒരു അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുശവനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ദാരിദ്ര്യമായ അവസ്ഥയിൽ മുന്നോട്ട് ജീവിക്കുമ്പോൾ തന്നെ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആരാധനകളിലൊക്കെ പങ്കെടുക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ഒരു ദിവസം തൻ്റെ വീട്ടിൽ താൻ പാത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വേസ്റ്റ് വന്ന കുറച്ച് കളിമണ്ണിൽ അദ്ദേഹം ഒരു പാത്രമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ ഒരു വശത്ത് വച്ചു. അന്ന് വൈകിട്ട് അദ്ദേഹം അറിയാതെ ആ രാജ്യത്തിൻ്റെ രാജാവ് തന്നെ വിസിറ്റ് ചെയ്യുവാൻ വേണ്ടി വന്നു. രാജാവാണെന്ന് പരിചയപ്പെടുത്താതെ അദ്ദേഹം ഓരോ പാത്രങ്ങളുമായി നോക്കിയിട്ട് അവസാനം തകർന്ന ആർക്കും വേണ്ടാത്ത ഒരു പാത്രം വശത്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ട് ആ പാത്രം എടുത്തിട്ട് കുശവനോട് ചോദിച്ചു, എന്താണ് ഈ പാത്രം ഇങ്ങനെ? കുശവൻ ഇങ്ങനെ പറഞ്ഞു, ഈ പാത്രം ഏറ്റവും ലാസ്റ്റ് വേസ്റ്റ് വന്ന മണ്ണിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു പാത്രമാണ്. ഇതങ്ങനെ ആരും വാങ്ങാറില്ല. ഞാൻ സാധാരണ ഇങ്ങനെ വച്ച് എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് പതിവ്. രാജാവാണെന്ന് അറിഞ്ഞില്ല അദ്ദേഹം. രാജാവ് ആ പാത്രം അവിടെ വച്ചേച്ച് മടങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഈ കുശവൻ എഴുന്നേറ്റ് ആ പാത്രം കരങ്ങളിലെടുത്ത് നോക്കുമ്പോൾ താൻ അറിയാതെ ആ പാത്രത്തിൽ ഒരു മുദ്രാമോതിരത്തിൻ്റെ അടയാളം കിടക്കുകയാണ്. മുദ്രാമോതിരം അദ്ദേഹം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ആ രാജ്യത്തിലെ രാജാവിൻ്റെ മുദ്രാമോതിരമാണ് ആ പാത്രത്തിൽ പതിഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, രാജാവിൻ്റെ മുദ്രാമോതിരം പതിഞ്ഞ പാത്രമാണെങ്കിൽ ഉറപ്പായും ഇതിന് നല്ല വില കിട്ടും. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ രാജാവിൻ്റെ മുദ്രാമോതിരം പതിഞ്ഞ പാത്രത്തിന് വാങ്ങാൻ ആളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒത്തിരി പേർ മുന്നോട്ട് വന്നു. ആവശ്യക്കാർ ധാരാളമായതുകൊണ്ട് ലേലത്തിന് അദ്ദേഹം വച്ചു. വലിയ ഒരു തുകയ്ക്ക് ആ പാത്രം വിറ്റുപോയി. ഇന്നു രാത്രി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എത്ര തകർന്നവരാണെങ്കിലും എത്ര ഉടഞ്ഞവരാണെങ്കിലും ഉടഞ്ഞ പാത്രം അരിമനാഥൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ഒരു മാനപാത്രമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. നമ്മൾ വളരുന്ന ദൈവം നമ്മളെ വളർത്തും, ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ മാനിക്കും. ആ കുശവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാമോ? നീ മാത്രം വളരണം കർത്താവേ, എന്നെ മെനയുന്ന അങ്ങ് മാത്രം വളരണമെന്നർത്ഥമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം കുശവൻ്റെ കയ്യിൽ ഒരു കളിമണ്ണ് പോലെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കേൾക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ എങ്കിലും എന്നെ കണ്ടതോ അതതിശയം എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ എങ്കിലും എന്നെ കണ്ടതോ അതതിശയം എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ നീ മാത്രം വളരണം നീ മാത്രം വളരണം നീ മാത്രം വളരണം നീ മാത്രം യേശുവേ നീ മാത്രം വളരണം നീ മാത്രം വളരണം നീ മാത്രം വളരണം നീ മാത്രം യേശുവേ
ഉടഞ്ഞുപോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു. ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ട് കിടന്നിരുന്നു. ഉടഞ്ഞുപോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു. ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ട് കിടന്നിരുന്നു. കുശവനെ നിൻ കരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ. വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. കുശവനെ നിൻ കരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ. വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ. എങ്കിലും എന്നെ നീ കണ്ടതോ അതതിശയം. എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. എങ്കിലും എന്നെ നീ കണ്ടതോ അതതിശയം. എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം